ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ വാർത്ത എത്തിക്കഴിഞ്ഞു. ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിലോ പാകിസ്ഥാനിലെ ആഴമേറിയ ഭൂഗർഭ ബങ്കറുകൾക്കുള്ളിലോ ഒളിച്ചിരിക്കുന്ന ഭീകരരെ വെറും സെക്കൻഡുകൾക്കുള്ളിൽ ചാരമാക്കാൻ കെൽപ്പുള്ള ഒരു മാരകായുധം. ലോകം ഇതിനെ ഹാമർ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇനി മുതൽ ഈ പേര് കേൾക്കുമ്പോൾ ലോകം ഓർക്കുക ഫ്രാൻസിനെ ആയിരിക്കില്ല, പകരം നമ്മുടെ ഭാരതത്തിനെ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധം ഇരന്ന് വാങ്ങിയിരുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ലോകം വിസ്മയിക്കുന്ന ആയുധങ്ങൾ ഭാരത മണ്ണിൽ നിർമ്മിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ, വിൽക്കാൻ നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവ് നയിക്കുന്ന നവഭാരതം സജ്ജമായി കഴിഞ്ഞു. എന്താണ് ഈ ഹാമർ മിസൈലുകളുടെ പ്രത്യേകത? ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത്? ഭാരതം എങ്ങനെയാണ് ലോകത്തിന്റെ ആയുധപ്പുരയാകാനായി പോകുന്നത്? കൃത്യമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം മുംബൈയിലെ ലോക് ഭവനിൽ നടന്നത് വെറുമൊരു ചായ സൽക്കാരായിരുന്നില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ 4ാമത്തെ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി എത്തുമ്പോൾ മുംബൈ തിരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാക്രോണും കൈകോർത്തപ്പോൾ പിറന്നത് കോടികളുടെ ബിസിനസ് മാത്രമല്ല, ഇന്ത്യയെ ലോകത്തിന്റെ 1-ാം നമ്പർ ആയുധ നിർമ്മാണ ശക്തിയാക്കാനുള്ള അടിത്തറ കൂടിയായിരുന്നു. മിറാഷ് 2000 മുതൽ റാഫേൽ വരെ ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന വിശ്വസ്ത സുഹൃത്താണ് ഫ്രാൻസ്. മോദി സർക്കാരിന്റെ ശക്തമായ വിദേശ നയത്തിന്റെ വിജയമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നവേഷൻ വർഷം 2026 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൽ വലിയൊരു വിപ്ലവം തന്നെ സംഭവിക്കും. വരും കാലത്തെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗരിതങ്ങൾ കൊണ്ടും ഇന്ത്യ ജയിക്കുമെന്ന് ചുരുക്കം. വാർത്തകളിൽ നിറയുന്ന ഹാമർ വെറുമൊരു പേരല്ല, ഹൈലി എഗെയിൽ മൊഡ്യൂലർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച്. ഇതൊരു സ്മാർട്ട് കിറ്റ് കൂടിയാണ്. ഇതിന്റെ കരുത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. വിമാനങ്ങളിൽ നിന്നും താഴേക്കിടുന്ന സാധാരണ ബോംബുകളെ അത്യാധുനിക ഗൈഡഡ് മിസൈലുകളാക്കി മാറ്റാനായി ഈ കിറ്റിന് സാധിക്കും. തീർന്നില്ല, ഇൻഫ്രാറെഡ് സെൻസറുകളും ലേസർ ഗൈഡൻസും ഉള്ളതുകൊണ്ട് പുകപടലങ്ങൾക്കിടയിലൂടെയും ലക്ഷ്യത്തെ കൃത്യമായി തകർക്കും. ഇതിലെ സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് ബൂസ്റ്ററുകൾ ഉപയോഗിച്ച് 70 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യസ്ഥാനവും തകർക്കാം. 1000 കിലോ വരെയുള്ള ബോംബുകളിൽ ഈ കിറ്റ് ഘടിപ്പിക്കാം. അതായത് ശത്രുവിന്റെ എത്ര വലിയ ഭൂഗർഭ ബങ്കറും തകർക്കാനായി ഇതിന് സാധിക്കും എന്ന് സാരം. ഹിമാലയൻ അതിർത്തികളിൽ ചൈനയോ പാകിസ്ഥാനോ ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നാൽ ഹാമർ അവിടെ എത്തി അതും ചാരമാക്കും. ഹാമർ മിസൈലുകളുടെ പ്രഹരശേഷി പാകിസ്ഥാൻ നേരിട്ടറിഞ്ഞതുമാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മയില്ലേ? പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സൈന്യം നൽകിയ ചുട്ട മറുപടിയായിരുന്നു അത്. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലെ അതീവ സുരക്ഷയുള്ള ഭീകര ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് റാഫേൽ വിമാനങ്ങളും അതിൽ ഘടിപ്പിച്ച ഹാമർ മിസൈലുകളുമായിരുന്നു. 9 പ്രധാന കേന്ദ്രങ്ങളിലായി 21 ഭീകര ക്യാമ്പുകൾ ഒരേ സമയം തകർത്തു. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾക്കോ ജാമിംഗ് ഉപകരണങ്ങൾക്കോ ഹാമറിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഭീകരർക്ക് അതൊരു താക്കീതായിരുന്നു. ഇത് പഴയ ഇന്ത്യയല്ല, നരേന്ദ്രമോദിയുടെ നവഭാരതമാണ്.